ഞാൻ വിളിച്ചായിരുന്നു വണ്ടിയുടെ ആ ഇതല്ല കാറ്. അത് ഞാൻ നോക്കിക്കോട്ടെ. നോക്കി ചേട്ടാ ഞാനൊരു മെക്കാനിക് കൊടുക്കുന്നുണ്ട്. എടി മെക്രാണി. എന്തായി ചേട്ടാ വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്. ടയറൊക്കെ തീർന്നിരിക്കുകയാണ്. അലൈൻമെന്റ് ഒക്കെ പോയി കിടക്കുക. പിന്നെ എൻജിൻ സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓയിൽ മാറ്റാറായിട്ടുണ്ട്. പിന്നെ വൈപ്പർ മാറ്റാറായിട്ടുണ്ട്. ആണോ? എന്നാ നിങ്ങള് പോയിട്ട് പിന്നെ വാ, ഞാൻ വിളിക്കാം കേട്ടോ. Many months later. വേറൊക്കെയൊന്നും ഇല്ലല്ലോ, വെട്ടിക്കളഞ്ഞാലോ. ചേട്ടാ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ കാറിന്റെ ഇത് വെച്ചിട്ട്. ആ ഇതാണ് നമ്മുടെ കാറ്. അത് തന്നെ. മെക്കാനിക്കിനെ കൊണ്ടുവരണ്ടാ? മെക്കാനിക് അച്ഛനെ പോയി നോക്കൂ, ശരിക്കും നോക്കി നോക്കിട്ടോ. എന്തായി അച്ഛനെ പറഞ്ഞോളൂ. ചേട്ടാ സ്റ്റീറിങ് കുറച്ച് ടൈറ്റ് ആണ്. അതുപോലെ ക്ലച്ച് മൊത്തം പോയി കിടക്കാം. റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് സൈഡിലെ ഫ്ലാപ്പ്, ഇത്ര റെഡിയാക്കാൻ ചേട്ടാ. അപ്പൊ ഓയിൽ ലെവലാ? ഓയിൽ ലെവല് ഓക്കെയാണ്, കുഴപ്പമില്ല. ടയറാ? ടയറും ഓക്കെയാണ്. ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ. ചെല്ലു. പിന്നെ ആ ഡോർ തുറക്കുമ്പോ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട്, വിളിക്കാം. അച്ഛൻ എന്ത് പരിപാടിയാണ് ഈ കാണിക്കണത്? എന്താണ്? എല്ലാ മാസവും പരസ്യം ഇടും, മരുന്നോർക്കോട്ട് വണ്ടി കൊടുക്കൂല്ല. അച്ഛൻ ഭ്രാന്താണ്. എടി നിന്റെ വിചാരം എന്താ, ഞാൻ ഈ പരസ്യമൊക്കെ ഇടുന്ന വണ്ടി വിൽക്കാനാണെന്നാണ്? എടി നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വണ്ടി അവന്മാർ ചെക്ക് ചെയ്ത് തരുമോ? അതിന് നല്ല കാശ് മേടിക്കില്ലേ? പിന്നെ പോരാത്തിന് ഇവിടുന്ന് പോണതിന് ഫ്യൂവൽ എക്സ്പെൻസും. ഇതാകുമ്പോഴത്തേന് അവന്മാരെ ഫ്രീ ആയിട്ട് വന്ന് എന്തൊക്കെ കംപ്ലൈൻറ്റ്സ് ഉണ്ടോ ചെക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് പറയും. അപ്പൊ നമ്മൾ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ അത് മാത്രം പറഞ്ഞാൽ പോരെ? അഥവാ ഇനി കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഓരോ മാസം ഓരോരുത്തർമാര് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോട്ടെന്ന്. എങ്ങനെയുണ്ട് ബൈക്ക്? എന്ത് ഞാൻ ആ ബൈക്ക് കൊടുത്ത ആപ്പിൽ